PR വിവാദങ്ങൾക്കിടെ വാർത്താ സമ്മേളനം വിളിച്ച മുഖ്യമന്ത്രി ADGPക്കെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായക നടപടിക്കും സാധ്യത. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് 11 മണിക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. പ്രത്യേകിച്ചും DGP നൽകിയ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുക്കുന്നു. ADGPയെ മാറ്റിയേ അടങ്ങൂ എന്നുള്ള കർശന നിലപാടിലാണ് CPI നേതാക്കളുമായി, പ്രത്യേകിച്ച് ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെല്ലാം ഇന്നലെ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് DGP റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയല്ലേ ശാലിനി? വിനോദ, തീർച്ചയായും നിരവധി വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്നത്. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഔദ്യോഗിക വാർത്താ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് വളരെ ചുരുങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ കാര്യമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായി താൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുമെന്നുള്ളത് ഡൽഹിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനുശേഷമാണ് PR വിവാദം അടക്കം ചൂടുപിടിച്ചതും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി ഉണ്ട് എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉയരുകയും ചെയ്തത്. പ്രതിപക്ഷം അടക്കം അതിനെ രൂക്ഷമായി വിമർശിച്ച സാഹചര്യം കൂടിയുണ്ട്. ഹിന്ദു പത്രത്തിലടക്കം നൽകിയ ചില അഭിമുഖങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം. കഴിഞ്ഞ 21-ാം തീയതി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മലപ്പുറം ജില്ലയടക്കം അധിക്ഷേപിച്ച ചില പരാമർശങ്ങൾ ഇതടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ വാർത്താ സമ്മേളനം ഏറെ നിർണായകമാണ്. സംസ്ഥാന പോലീസിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് നൽകാൻ പോകുന്നത്. രാവിലെ 10 മണിയോടുകൂടി സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷമാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണമെന്നുള്ള ആവശ്യം, അത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPI കടുത്ത രീതിയിൽ ആവശ്യമായി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിൽ പോയി കാണുന്ന പശ്ചാത്തലം വരെ ഉണ്ടായി. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യം CPI കടുപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. വിവിധ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ADGPക്കെതിരെ DGP നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തും. അതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കാൻ പോകുക. അങ്ങനെയാണെങ്കിൽ ADGPയെ മാറ്റി എന്നുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോ പോലീസിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വകുപ്പിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയുമാണ്. എന്തായാലും വിവിധ വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഇതിനൊക്കെ മറുപടി നൽകാനായി മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇടതുമുന്നണിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPIയും NCPയും RJDയും അടക്കം രംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ADGPക്കെതിരെ എന്ത് രീതിയിലുള്ള നടപടി ഉണ്ടാകും, ഒപ്പം തന്നെ ഈ PR വിവാദത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും മുഖ്യമന്ത്രി നടത്തുക എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു എന്നുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിക്കെതിരായി നിൽക്കുകയാണ്. അതിനെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അടക്കം വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ ഏത് തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതും ഇന്ന് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഏറെ നിർണായകമായ സാഹചര്യം. ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ആ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും ഒക്കെ മറുപടി നൽകുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക, അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു വാർത്താ സമ്മേളനം നടത്തുക എന്നൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും ആ വിവാദങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വിശദമായി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിക്കാണ് നോർത്ത് മീഡിയ ബ്ലോക്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. വിനോദ, വളരെ വ്യക്തമാണ് ശാലിനി. ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. നിരവധി വിഷയങ്ങളുണ്ട്. ADGP വിഷയത്തിൽ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന നിലപാടെന്ത്? PR വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ പുതിയ മറുപടി എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചും PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. അതുകൂടാതെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയ വിവാദപരമായ പരാമർശം, ഇതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. നിർണായകമായ വാർത്താ സമ്മേളനമാണ് 11 മണിക്ക് നടക്കാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.